ഇന്ന് നമുക്ക് അന്ന് ഞാൻ പറഞ്ഞ കഥയുടെ ബാക്കി കേട്ടാലോ? അപ്പോ സ്റ്റോറി ടൈം. അങ്ങനെ അവസാനം ഞാൻ ഇവിടുത്തെ കണ്ടുകിട്ടാത്ത ഡോക്ടറെ കണ്ടുമുട്ടിയ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. ഡോക്ടർ ആണെങ്കിലോ സ്കേബീസ് ആണെന്നും പറഞ്ഞിട്ട് തേച്ച് കുളിക്കാൻ വേണ്ടി ഒരു ലോഷനും തന്നു. ബെസ്റ്റ്, തേച്ച് കുളിക്കാൻ പറ്റിയ സമയമാണല്ലോ. എന്നിട്ട് എന്നോട് 1 മാസം കഴിഞ്ഞ് വരാൻ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ഓക്കെ ശരി ബൈ, പിന്നെ കാണാമെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി. എന്നിട്ട് നേരെ നാട്ടിലേക്ക് വിളിച്ച് നാട്ടിലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഇതെനിക്ക് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ പോയി ബുദ്ധി പിടിച്ചാ കിട്ടുമോ? ഡോക്ടർ ഇതൊറ്റ നോട്ടത്തില് എന്താ സംഭവം എന്ന് പറഞ്ഞു. ഗറ്റേറ്റ് സൊറൈസിസ്. പേരൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞതാ. പക്ഷെ നമുക്ക് പറയാൻ എളുപ്പത്തിന് ഇവനെ കുട്ടേട്ടൻ സോറിയാസിസ് എന്ന് പറയാം. ഇത് ആക്ച്വൽ സൊറൈസിസിന്റെ ഒരു വേരിയന്റ് മാത്രമാണ്. ഈ സൊറൈസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആണ് ഇതിന്റെ ട്രിഗറിംഗ് പോയിന്റ്. ഇത് എന്റെ ബോഡിയിൽ ഞാൻ നോട്ടീസ് ചെയ്യണേക്കാളും 2 ആഴ്ച മുന്നാണ് തലതിരിഞ്ഞ ഒരു ത്രോട്ട് പെയിൻ എനിക്ക് വന്നത്. തലതിരിഞ്ഞതെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതുപോലൊരു വൃത്തികെട്ട ത്രോട്ട് പെയിൻ ഞാൻ ലൈഫിൽ അനുഭവിച്ചിട്ടില്ല. അതിന്ന് ഡോക്ടർ എഴുതി തന്ന ഓയിൽമെന്റും ആന്റിബയോട്ടിക്സും കഴിച്ചിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം കണ്ടു തുടങ്ങി. പിന്നെയും ഒരു 1.5 മാസം എടുത്തിട്ടാണ് കുട്ടേട്ടൻ എന്നെ ഫുള്ളായിട്ട് ഉപേക്ഷിച്ചത്. എല്ലാം സഹിക്കാം, പക്ഷെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇല്ലേ, അത് നമ്മൾ പിടിച്ചു കൊടുത്ത് നിൽക്കില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടേട്ടന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.